അവനെപ്പോഴും അവന്റെ അമ്മയെ കണ്ടെത്തണമെന്ന ചിന്തയായിരുന്നു. അതിനായി അവൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഒരിക്കൽ എന്നെ കാണാൻ വന്നിരുന്ന അവൻ ഒരു രക്തസാക്ഷിയാവാൻ അവന് സമ്മതമാണെന്ന് പറയണ്ടായി. അങ്ങനെ ആയാല് എല്ലാ മതിലിലും തന്റെ ചിത്രം പതിയുന്നതോടെ തന്റെ അമ്മ തന്നെ കണ്ടെത്തുമെന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അവനെ അന്ന് അതിന് സമ്മതിച്ചില്ല. പിന്നീട് നടന്നൊരു ഏറ്റുമുട്ടലില് അവൻ ശത്രുക്കളുടെ പിടിയിലായി. അവന്റെ അത്ര ഉന്നമുള്ള ഒരു മികച്ച സ്നൈപ്പർ വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുന്നതിനു പകരം അവനെ അവർക്കൊപ്പം ചേർത്തു. അവരാവട്ടെ പിന്നീട് അവനെ കഫറിലെ ജയിലിലേക്ക് ചുമതലപ്പെടുത്തി. ഇത് കേൾക്കുന്ന സൈമൺ ആവട്ടെ ജയിലിൽ എന്റെ അച്ഛനൊപ്പം നിഹാദും ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കട്ട് ചെയ്താ പിന്നീട് കാണിക്കുന്നത് ഫ്ളാറ്റിൽ തകർന്ന നിലയിലിരിക്കുന്ന സൈമണെയാണ്. നിനക്ക് എന്ത് പറ്റിയെന്ന് ജെന്നി ചോദിക്കുമ്പോ 1+1 2 ആണെന്നും ഒരിക്കലും 1 കിട്ടില്ലെന്നും അവൻ പറയുന്നുണ്ട്. നീ എന്താ പിച്ചും പേയും പറയുന്നത്? നിനക്ക് പനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ജെന്നിയോട് ജെന്നി 1+1 = 1 എന്ന് സൈമൺ പറയുകയാണ്. ഇത് കേൾക്കുന്ന ജെന്നി ആവട്ടെ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. അന്ന് ജെന്നിയോടൊപ്പം പബ്ലിക് പൂളിലേക്ക് എത്തിയ നേവല് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ 3 ഡോട്ട്സ് പച്ച കുത്തിയ ആ കാല് കാണുന്നത്. ഇത്രയും നാളും താൻ ഒരു നോക്ക് കാണാൻ കൊതിച്ച തന്റെ മോനെ കാണാനായിട്ട് ആ അമ്മ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ആ അമ്മ കാണുന്നതാവട്ടെ അവരെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന അവരുടെ കുട്ടികളുടെ അച്ഛനെ തന്നെയാണ്. അതെ, നഷ്ടപ്പെട്ടു പോയ നേവലിന്റെ മകൻ തന്നെയാണ് അവളുടെ 2 കുട്ടികളുടെ അച്ഛനും. ഒന്നും ചേർത്ത ഒന്ന് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്.